അയ്യോ, ഞാനീ പറയുന്ന പോലെ അങ്ങനെ വലിയ കുടിയനൊന്നുമല്ല. ജോലി കൂടുതലുണ്ട്, ക്ഷീണിച്ചാ പഴയ നടുവേദന വരും. അന്നേരം 1 ഏറിയാ 1.5. അത് എന്നൊന്നുമില്ല. ഉണ്ടോ അനി? താൻ കുടിക്കുന്നതിന്റെ അളവറിയാൻ ആനയോട് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. താൻ വശപ്പശകായിട്ട് നമ്മൾ തമ്മിൽ എവിടെല്ലാം വെച്ച് കണ്ടുമുട്ടിയിരിക്കുന്നു. മദ്യപാനം ഒരു മാനസിക രോഗമാണ്. ചിലർക്കത് ചികിത്സ കൊണ്ട് മാറും, ചിലർക്ക് ആത്മീയത കൊണ്ടും. ആത്മീയതയ്ക്ക് ഇതുപോലുള്ള പ്രാർത്ഥനയൊക്കെ സഹായിക്കും. അല്ല, ഞാൻ ഇനി ഇങ്ങോട്ടൊന്നും പറയണ്ട. 3 ദിവസത്തെ ധ്യാനത്തിന് ഞാൻ നിന്റെ പേര് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു, പൈസയും കൊടുത്തു. ജോണിക്കുട്ടി ധ്യാനത്തിന് പോകുന്നു. പോണോ? പോണം. ഒരു 3 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. പിന്നെ പല വിചാരത്തോടെ ഇരിക്കാതെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. അതുകൊണ്ടേ കാര്യമുള്ളൂ. അപ്പൊ പോണം അല്ലേ? പോണം. ആരെങ്കിലും ടിക്കറ്റ് എടുക്കാനുണ്ടോ? അവിടെ ടിക്കറ്റ് ഒരടിവാരം. ആളിറങ്ങാണ്ടോ? ഉണ്ട്. വാ, ഇറങ്ങി വേഗം ഇറങ്ങ. ഹിന്ദി പിടിക്കലെന്ന് ഇറങ്ങാന്നേ. വേഗം ഇറങ്ങ. മടിയിലേക്കാതെ മേലോട്ട് കയറ്. കൊച്ചിനെടുത്ത് മടിയിൽ വെച്ചൂടെ? അവിടെ ആളിറങ്ങണം. നിങ്ങൾ അടിവാരത്തിലല്ലേ? അടിവാരത്തിൽ ടിക്കറ്റ് എടുത്താ മേൽവാരത്ത് ഇറക്കല്ലേ? അയ്യടാ, വണ്ടി എടുത്താൻ പറ. യാത്രക്കാരൻ്റെ ഇഷ്ടത്തിലല്ലേ ഇറങ്ങുന്നത്? എല്ലാരും ഉണ്ടല്ലോ. സ്കൂളിലേക്കായിരിക്കും. അല്ല, സ്കൂള് പഠിച്ചു കഴിഞ്ഞു. ഇനി കോളേജിലേക്കാ. ജോണിച്ചൻ വീട്ടുണ്ടോ മോളെ? മുതലാളുടെ വീട്ടിൽ നിന്ന് 2 പശുവിന് കൊടുക്കാനെന്ന് പറഞ്ഞിരുന്നേ. ചാച്ച വീട്ടിലില്ല. എനിക്ക് വൈകിട്ട് വരുമ്പോ ഞാൻ അന്വേഷിച്ചെന്ന് പറഞ്ഞേക്ക്. വൈകിട്ട് വരില്ല. ചാച്ച 3 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. ജോണി എങ്ങോട്ടാ പോയത്? ദൂരേക്ക് വരെ ട്രിപ്പും പോയതാ? ചെലപ്പോ എന്നെ തന്നെ വരാനും മതി. വരുന്നവരോടും പോകുന്നവരോടൊക്കെ ചരിത്രം പറയാൻ നടക്കുവാണോടാ നീ? അതയാൾ ചോദിച്ചിട്ടില്ലേ ഞാൻ പറഞ്ഞത്? na 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 na